തൃക്കാക്കര നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടകൾ നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി. ലക്ഷങ്ങളുടെ വാടക കുടിശ്ശിക വരുത്തിയിട്ടും സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. UDF നഗരസഭാ കൗൺസിലറുടെ ഭർത്താവിന്റെ കടമുറി ഉൾപ്പെടെയാണ് അടച്ചുപൂട്ടി സീൽ ചെയ്തത്. തൃക്കാക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള NGO ക്വാർട്ടേഴ്സ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 5 കടമുറികളും കാക്കനാട്ടെ 4 കടമുറികളുമാണ് നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടിയത്. 2 വർഷത്തിലധികമായി ഷോപ്പിംഗ് കോംപ്ലക്സിലെ നിരവധി കടകളാണ് ലക്ഷങ്ങളുടെ വാടക കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. വാടക കുടിശ്ശിക വരുത്തിയ 18 സ്ഥാപന ഉടമകൾ നഗരസഭയ്ക്ക് നൽകാനുള്ളത് 1.70 കോടി രൂപയാണ്. ഇതിൽ വലിയ തുക കുടിശ്ശിക നൽകാനുള്ള സ്ഥാപനങ്ങളാണ് നഗരസഭാ റവന്യൂ വിഭാഗം വെള്ളിയാഴ്ച അടച്ചുപൂട്ടി സീൽ ചെയ്തത്. നഗരസഭാ കൗൺസിലറായ സജീന അക്ബറിൻ്റെ ഭർത്താവും മുസ്ലിം ലീഗ് നേതാവുമായ KK അക്ബറിൻ്റെ കടയും അടച്ചുപൂട്ടിയതിലുണ്ട്. 13 ലക്ഷം രൂപയിലധികമാണ് അക്ബർ മാത്രം വാടക കുടിശ്ശികയായി നഗരസഭയ്ക്ക് അടയ്ക്കാനുള്ളത്. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കൂടിയാണ് അക്ബർ. കുടിശ്ശികയുള്ള വരുമാനം തിരിച്ചുപിടിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നഗരസഭാ റവന്യൂ വിഭാഗത്തിൻ്റെ ഇടപെടൽ. നഗരസഭയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ലേലത്തിലെടുത്ത ശേഷം സ്വകാര്യ വ്യക്തികൾക്ക് വലിയ വാടകയ്ക്ക് മറിച്ചു കൊടുക്കുന്നവരും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ മുതൽ കുടിശ്ശികയുള്ള സ്ഥാപനങ്ങൾക്ക് 2 ആഴ്ച മുൻപ് നഗരസഭ റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിയിരുന്നു. കുടിശ്ശിക തീർക്കാതെ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടർന്ന സാഹചര്യത്തിലാണ് കടകൾ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്ന നടപടിയിലേക്ക് നഗരസഭ നീങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.